ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോർജ് ആന്റണി. ഇന്ന് നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ ആദ്യം തന്നെ പറയുന്നത്, എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വീഡിയോ കാണണം. ഒരു 5 മിനിറ്റിൽ താഴെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഈ 5 മിനിറ്റ് വെറുതെ വേസ്റ്റ് ആവില്ല. പിന്നെ എല്ലാവരും ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. അതങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുകയുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, എനിക്ക് ഉറക്കം തന്നെ വരിക കിട്ടിയിട്ടില്ല. അത് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് വിടണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇലക്ഷനാണ് നമ്മുടെ മുന്നിലേക്കാണ്. ഈ വരും ദിവസങ്ങളെല്ലാം ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ നല്ലോണം ഇരുത്തി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളികൾ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ നമ്മുടെ നാടിങ്ങനെ, ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഇലക്ഷൻ വരുമ്പോൾ അവർക്കൊക്കെ എന്താണ് ഈ മതഭ്രാന്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ, അവരുടെ പാർട്ടി അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ചാവണ വരെ ഇന്ന പാർട്ടിക്കേ വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇതുവരെ ഈ ഒരു പാർട്ടിക്ക് എന്താണ് പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് ജീവിക്കുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്നവർ. അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇന്ന പാർട്ടിയുടെ ആളായിരുന്നു, ആ പാർട്ടിയുടെ പുറകെ പോകുന്നത്. അതല്ല ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഒന്ന് മാറി ചിന്തിക്കുക. ഈ നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ ആദ്യം മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ എല്ലാവരും ഉള്ളിൽ നിന്നാണ്, എൻ്റെ അടക്കം. കാരണം നമ്മുടെ വിരൽത്തുമ്പിലാണ് ഓരോ വോട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വളർച്ച അല്ലെങ്കിൽ നന്മയിരിക്കുന്നത്. അത് നിങ്ങൾ ആരും മറക്കരുത്. അപ്പം അത് വോട്ട് ചെയ്യണതിന് മുന്നേ ആദ്യം നമ്മളൊന്ന് സ്വയം ചിന്തിക്കുക, ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നാടിന് ഏത് പാർട്ടിനെ കൊണ്ടാണ് ഗുണം എന്നുള്ളത് ശരിക്കും ഇരുന്ന് ചിന്തിച്ചിട്ട് വേണം വോട്ട് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇന്ന പാർട്ടിക്കേ ചെയ്യുള്ളൂ അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒന്ന് മാറി ചിന്തിക്കാൻ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യണേ. കാരണം നിങ്ങളിൽ പലരും തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തോരം പാവപ്പെട്ടവർ നമ്മുടെ ചുറ്റിലുണ്ട് അന്നൊന്ന് പണിയെടുത്ത് ജീവിക്കണം. ഈ കഴിഞ്ഞ ഒരു 2-3 മാസം മുന്നേ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോയാൽ മന്ത്ലി എത്ര രൂപ വരെ കിട്ടും. അപ്പോൾ ഒരു മോനെയും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 3 പേരടങ്ങുന്ന ഒരു കുടുംബം. അത് തന്നെ കിട്ടണമെങ്കിൽ കൂടുതൽ അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് ഞാൻ കൊണ്ടുപോയി നിർത്തിയത് തന്നെ വീഡിയോ. അത് മുഴുവൻ ഞാൻ കറക്റ്റ് കണക്കൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കണം, ഈ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ അപ്പനോ അമ്മ ആ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും എന്തെങ്കിലും അസുഖം കാണും പ്രായമുള്ളവരാകുമ്പോൾ. അപ്പോൾ ആ കാശുകൾ എത്ര രൂപ അങ്ങനെ മാസം പോകും ഹോസ്പിറ്റലിൽ പോകണതും മരുന്ന് മേടിക്കണമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ ചുറ്റിലുള്ളവരെയും കൂടി കണ്ടിട്ട് നമ്മുടെ ഏത് പാർട്ടീനെ വിജയിപ്പിച്ചാൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് നന്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയാവും ഈ പഴയതിലും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് നോക്കിയിട്ട് വോട്ട് ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ചെയ്യണേന്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ വീഡിയോകൾ ചെയ്തായിരുന്നു. നമ്മുടെ സ്ഥാനാർത്ഥികളിൽ നിന്നും എങ്ങനെ ഒരു നല്ല സ്ഥാനാർത്ഥി, ഇപ്പോൾ 5 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ബെറ്റർ സ്ഥാനാർത്ഥി എങ്ങനെ കണ്ടെത്താം, കുറച്ച് ടിപ്സ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായി. അത് നിങ്ങൾ കാണുക, നിങ്ങളുടെ വഴിക്കും കൂടി ചിന്തിക്കുക. അത് ഞാൻ എൻ്റെ ഒരു ചിന്താഗതി ചെയ്ത് വെച്ചാണ്. അതുപോലെ എല്ലാ കൗൺസിലറായിട്ട് മത്സരിക്കുന്ന എല്ലാവരോടും ഒരു 10 ചോദ്യം എന്നും പറഞ്ഞ് ഞാനൊരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് ഞാൻ എൻ്റെ പഴയതും പുതിയതുമായ വാർഡിലെ 8 പേരെ വിളിച്ചിട്ട് അതിലാകെ 2 പേരാണ് വീഡിയോയുടെ മുന്നിലോട്ട് വന്നത്. അപ്പോൾ ഇപ്പോഴും അതിന് സമയമുണ്ട്. ആ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്, നിങ്ങൾ ആ വീഡിയോ കാണുക. ക്വസ്റ്റ്യൻസ് നിങ്ങളുടെയൊക്കെ അവിടെ മത്സരിക്കുന്ന കൗൺസിലർമാർക്ക് അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. അവരോട് തിരക്കാണെന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇതേപോലെ ഒരു സെൽഫി വീഡിയോ ഇട്ട് തരാൻ പറയും. അവർ നുണ പറഞ്ഞാൽ പോലും ഭാവിയിൽ അത് ഗുണേ ചെയ്യുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ വല്ല ക്ലബ്ബ് വഴിയോ അസോസിയേഷൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പ് വഴിയോ വാർഡിൻ്റെ ഗ്രൂപ്പ് വഴിയോ ഇവരോട് ചോദിക്കുക, പബ്ലിക്കായിട്ട് തന്നെ ചോദിക്കുക. അപ്പോൾ തിരക്കാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അവരോട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു സെൽഫി വീഡിയോ ഇടാൻ പറയുക. പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടിയാണ്. ശരിക്കും ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. നാട്ടിൽ മാറ്റം വേണം, നമ്മൾ ആദ്യം മാറി ചിന്തിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കുറേ വീഡിയോസ് ക്ലൂവും മറ്റേതൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തന്നായിരുന്നു. ഇത് ചിലപ്പോൾ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ഒരു വീഡിയോകളിൽ ഒന്നായിരിക്കണം. അപ്പോൾ അധികം ഒന്നും പറയാനില്ല. എല്ലാവരും ഇതേ കൈ കൂപ്പിയിട്ട് നാടിൻ്റെ നന്മയ്ക്കായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു കേട്ടാ. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.